ആ മോളെ. എന്നാ അമ്മേ? മോളെ അമ്മയെന്നാ ഡാൻസ് പ്രാക്ടീസിന് പോയിട്ട് വരട്ടെ. ഇന്നലെ നീ അത് പറയുന്നിട്ട് ഞങ്ങൾക്ക് ഒരു സമാധാനമില്ല. നമ്മളെ കാര്യം നടക്കൂലേ? എടാ, നമ്മള് കെട്ടിപ്പോയ അമ്മ ഒറ്റക്കാവാതെ എനിക്ക് പറ്റില്ല. അപ്പോ അമ്മേന്റെ സെക്കൻഡ് മാരേജ് ഒന്ന് പെട്ടെന്ന് നോക്കണം. അതിനുശേഷം നമ്മളെ കാര്യം അവതരിപ്പിച്ചാ പോരെ? അപ്പൊ സെക്കൻഡ് മാരേജിന് നിന്റെ അമ്മ സമ്മതിക്കൂ? എടാ, അതല്ലേ രസം, അമ്മ സമ്മതിച്ചു. തൊളക്കുറ പണിയൊന്നുമില്ലേ? എന്ത്? അല്ല, ഇനി നിന്റെ അമ്മേന്റെ കല്യാണം കഴിയാണ്ട് നമ്മളെ കാര്യം നടക്കൂല അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യ്, നീ അമ്മക്ക് പറ്റിയൊരു ആലോചന നോക്കുവോ? എന്താടാ? എടാ, ഞാൻ പറയുന്നത് നീ സീരിയസ് ആയിട്ട് കേൾക്കണം. എന്റെ അഞ്ചൂടെ അമ്മക്ക് അവർക്കെന്താ പറ്റിയേ? തള്ളക്ക് വയസ്സാങ്കത്തോടെ കഴപ്പ്. നീ കാര്യം പറ, എന്താ? എടാ, ഞാനും അഞ്ചും തമ്മിൽ കല്യാണം നടക്കണമെങ്കിൽ ഒരു തടസ്സമുണ്ട്. ആ തള്ളയാണ് തടസ്സം, തീർത്തവരോ? എടാ, അതൊന്നല്ല. എടാ, എന്റെയും അഞ്ചുവിന്റെയും കല്യാണം നടക്കണമെങ്കിൽ ആ തള്ളയുടെ രണ്ടാം കെട്ട് കഴിയണം. തള്ളക്ക് രണ്ടാം കെട്ടാ? ചില്ലറ കഴപ്പൊന്നും അല്ലല്ല. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവരെ കെട്ടിക്കാം. ഒരു പയ്യനുണ്ട്. അതാരാ? പ്രേംദാസ്. ഏത്? നമ്മുടെ ദാസപ്പനാ? ചങ്ങായി കല്യാണം കഴിക്കാണ്ട് ഒറ്റത്തടിയെ നടക്കാൻ തുടങ്ങിയത് കുറച്ച് കാലമായി. ഒരുപാട് പെണ്ണ് കണ്ടെങ്കിലും ഇപ്പൊ പെണ്ണ് കാണൽ നിർത്തിയിട്ടുണ്ട്. ചങ്ങായി കേജൊന്നും ഒരു വിഷയമേ അല്ല. എടാ, അഞ്ജുവിന്റെ അമ്മേനോട് ഞാൻ പറഞ്ഞോളാം, നീ ദാസനെ സെറ്റാക്ക്. ദാസപ്പ, ഇനി എത്ര കാലടാ ഇങ്ങനെ കല്യാണം കഴിക്കാണ്ട് മൊരടിച്ചിരിക്കുക? എന്തേനാടാ, നമുക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ലല്ലോ. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. തളരല്ലടാ. എന്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. എന്താ? നമ്മളെ ഷീബ ടീച്ചറില്ലേ, അവിടത്തേക്കൊന്ന് ആലോചിച്ചാലോ? അല്ല, ഏജിന്റെ പ്രശ്നം ആവൂല? അവർക്ക് പ്രശ്നമുണ്ടാ സാധ്യമൊന്നുമില്ല. നിനക്ക് പ്രശ്നമുണ്ടോ? എനക്ക് പ്രശ്നമൊന്നുമില്ല. എനക്കെന്ത് പ്രശ്നം? എനക്കൊക്കെ അല്ല, നടക്കോ? നടക്കും. എന്നാ പിന്നെ പെണ്ണ് കണ്ടിട്ട് ഫിക്സ് ആക്കട്ടെ. ഫിക്സ് ആയിക്കോ. അയ്യോ, 35 വയസ്സുള്ള എനിക്ക് 20 വയസ്സുള്ള ഒരു പെണ്ണ്. എന്തൊരു ഭാഗ്യം. ഷീബേച്ചി, എന്തുണ്ട്? അലക്കൊക്കെ കഴിഞ്ഞോ? ഇല്ലപ്പാ, ഒരു മാക്സി ഉണ്ടായിനി. എന്നാ നീ വന്നേ. ഞാൻ വന്നതിലൊരു കാര്യമുണ്ട്, പറയാം. അല്ല വിജു, ഇത് നടക്കൂ? പിന്നെ അതൊക്കെ നമ്മൾ സംസാരിച്ച് ആൾക്ക് ഓക്കെയാണ്. അല്ല, വയസ്സിന് മൂത്തോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതല്ലേ പറഞ്ഞത്, ആൾക്ക് അതൊന്നൊരു വിഷയമേ അല്ലാന്ന്. എന്നാ പിന്നെ പെണ്ണുകളിൽ ഉറപ്പിക്കല്ലേ? ദാസപ്പ, നീ എന്ത് ചെയ്യുന്നു? വേഗം പോ. പെണ്ണ് കാണാൻ പോകുന്നില്ലേ? കുറച്ച് ഒരുങ്ങലും വേണ്ട. പോവാ. അവന്റെ ഒരു നാണം. നാണാണ്. നീ വിട്. വാ, കേറിയിരിക്ക. ശിവജി, ഷീബേച്ചി, പ്രേംദാസ്, പ്രേംദാസ്, ഷീബേച്ചി നോക്ക്. അഞ്ചെവിടെ? ഇല്ലേ? അഞ്ചുണ്ട്. അവൾക്ക് ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര നാണാണ്. അതന്നെ അഞ്ചും പ്രശ്നം. എനിക്കും നാണാണ്. അഞ്ജുവിന്റെ നാണം നോക്കണ്ട, ഷീബേച്ചിന്റെ ഇഷ്ടമാണ് അഞ്ജുവിന്റെ ഇഷ്ടം. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പുറത്തുണ്ടാവും. സംസാരിച്ചോ. പിന്നെ ഏജിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനക്ക് പ്രശ്നമൊന്നുമില്ല. അഞ്ജുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അതുകൊണ്ട് ചോദിച്ചത്. അവൾക്കൊരു പ്രശ്നമില്ല, അവൾക്ക് അന്നേ സമ്മത. എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി.
പിന്നെ എന്താ ഞാൻ വിളിക്കണ്ടേ? അതിനെന്ത് ഇത്ര സംശയം? മോനെന്ന് വിളിച്ചോ? അയ്യോ, കെട്ടാൻ പോകുന്ന ചെക്കനെ എങ്ങനെയാ മോനേന്ന് വിളിക്കുക? അല്ല, ഞാനിപ്പോ ആര്യ പെണ്ണ് കാണാൻ വന്ന് ആര്യ എന്നെ? അയ്യോ, എന്തു പറ്റി പ്രേംദാസ? പ്രേംദാസ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഓ തള്ളേ. സന്തോഷായില്ലേ? ഓ ഭയങ്കര സന്തോഷം. നടക്ക്, ഒരു കാര്യം ചോദിക്കാനുണ്ട്. നടക്കേ. എന്താ ദാസപ്പ? നമ്മൾ ഈ വീട്ടിൽ ആരെ പെണ്ണ് കാണാനാ വന്ന്? ഷീബേച്ചീന. ആണല്ലേ? ഇനി നീ എന്നെ കടന് പരിസരത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ രണ്ട് ഉണ്ട കണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും. നിന്നെ കൊണ്ടിറക്കാൻ അടി കിട്ടിയത് ഓൻ്റെ ഒരു രണ്ടാം കെട്ട്. അപ്പൊ നടക്കൂലേ? ഇല്ല, നടക്കൂല. നീ നിന്റെ അഞ്ജുനെ മറന്നേക്ക്. ഓനോന്റെ രണ്ടാം കെട്ടും. എന്റെ അഞ്ജു. മോനെ എന്താ അച്ഛാ? എന്താ എന്താ പറ്റിയേ? അത് പിന്നെ അച്ഛാ, നമ്മളെ മരിച്ചുപോയ രഘുവന്റെ ഭാര്യയില്ലേ ഷീബച്ചി, പുള്ളിക്കാരിക്ക് ഒരു രണ്ടാം കെട്ട് നോക്കിയതാ, കൊളായിപ്പോയി. ശിവക്ക് രണ്ടാം കേട്ടോ? ആരുമായിട്ട്? അല്ല, അതിനി പറഞ്ഞ കാര്യമില്ലല്ലോ, കൊളായി. ഇനിയിപ്പോ ആരും നോക്കുക. കൊളായ? എടാ മോനെ, കുറേ ദിവസമായി അച്ഛൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. നിനക്ക് ഒരമ്മയുടെ സ്നേഹമൊക്കെ വേണ്ടേ? ഷീബേച്ചിനെ അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് നിന്റെ അഭിപ്രായം എന്താ? അച്ഛൻ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നാ? എന്നാ പറയണ്ടേ? ഞാൻ പറയാൻ നോക്കി. അച്ഛൻ മതി, അച്ഛൻ മതി. എടാ എടാ എന്നാ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എടാ എടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ നിന്റെ പ്രശ്നം? എടാ, നീ ഒരിക്കൽ കൂടി ഷീബേച്ചിന്റെ വീട്ടിൽ പോ. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നിന്റെ അച്ഛനായിരിക്കും. അതെങ്ങനെ മനസ്സിലായി? ആടാ, എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നീ ഒന്ന് പോയി സംസാരിക്കോ. ഷീബേച്ചി, എന്നോട് ദേഷ്യം തോന്നരുത്. അന്നൊരു തെറ്റിദ്ധാരണയിൽ സംഭവിച്ചതാണ്. പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇനിയും എന്നെ പറ്റിക്കാനാണോ? അയ്യോ, പറ്റിക്കാനല്ല. ഇതാരാന്നറിയോ? എന്റെ ഫ്രണ്ട് സനൂട്ടനില്ലേ, അവന്റെ അച്ഛനാ. ഉറപ്പിക്കല്ലേ? എടാ, നീ നിന്റെ അച്ഛനാ എന്റെ അമ്മക്ക് ആലോചിച്ചിട്ടുണ്ടോ? അതേടി, ഞാൻ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് പറയാണ്ടെന്നെയാ. എടാ മരം വേണ്ട, അപ്പൊ നമ്മളെ സിസ്റ്ററും ബ്രദറും ആവൂലേ? അയ്യോ.